തൃശൂർ നടത്തറ പഞ്ചായത്തിലെ പട്ടികജാതി വനിതാ കൈത്തൊഴിൽ കേന്ദ്രത്തിലെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്ത പഞ്ചായത്ത് അധികൃതർ. ഹരിത കർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈത്തൊഴിൽ കേന്ദ്രത്തിൽ കുന്നുകൂടിയത് ജനം TV റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. മാസങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ജനം ഇമ്പാക്ട്. പ്രദേശത്തെ പട്ടികജാതി വനിതകൾക്കായി നിർമ്മിച്ച മുളയത്തെ കൈത്തൊഴിൽ കേന്ദ്രത്തിലാണ് മാസങ്ങളായി മാലിന്യം കുന്നുകൂടി കിടന്നിരുന്നത്. സ്ത്രീകളുടെ ഉന്നമനവും വരുമാനവും ലക്ഷ്യം വെച്ചായിരുന്നു കൈത്തൊഴിൽ കേന്ദ്രം ആരംഭിച്ചത്. എന്നാൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലച്ചു. പിന്നീട് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കെട്ടിടത്തിനുള്ളിലും പുറത്തുമായി നിറഞ്ഞു. ആദ്യം തന്നെ പ്രദേശവാസികൾ ഇത് തടഞ്ഞെങ്കിലും പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് വേഗം മാറ്റുമെന്ന വാക്ക് നൽകുകയായിരുന്നു. എന്നാൽ പിന്നീട് തൊഴിൽ കേന്ദ്രം മാലിന്യ കൂമ്പാരമായി മാറി. തൊട്ടടുത്ത് കുട്ടികളുടെ അംഗൻവാടിയുമുണ്ട്. കുട്ടികൾ പോകുന്ന റോഡിന് സമീപമാണ് കെട്ടിടമുള്ളത്. ഈ വേനൽക്കാലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീപിടിച്ചാലോ മഴക്കാലത്ത് കൊതുകുകൾ പെരുകിയാലോ അത് അനുഭവിക്കേണ്ടി വരുമെന്ന ആശങ്കയിലായിരുന്നു ജനങ്ങൾ. തുടർന്ന് ജനം TV ഇത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. വാർത്ത പ്രചരിച്ചതോടെയാണ് അധികാരികൾ കണ്ണു തുറന്നത്. പിന്നീട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരെത്തി ലോറികളിൽ മാലിന്യം നീക്കം ചെയ്യുകയായിരുന്നു. നിരവധി ജനങ്ങൾ മാസങ്ങളായി അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടിനാണ് ഇതിലൂടെ പരിഹാരമാകുന്നത്. ജനം, തൃശൂർ.